വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനി ആയിക്കോട്ടെ, പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനി ആയിക്കോട്ടെ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ, എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വേദപുസ്തകം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ വേദപുസ്തകം എടുത്ത് വേദപുസ്തകത്തിൽ ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: നാം സ്വീകരിച്ചു പറയുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവർ ഏവരും ക്രിസ്തുവിനെ സ്വീകരിച്ചവരും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുമാണെന്നുള്ള കാര്യത്തിന് തർക്കമില്ല. അങ്ങനെ നാം സ്വീകരിച്ചിരിക്കുന്ന മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം എന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ വചനപ്രകാരം ഞാൻ മഹാപുരോഹിതനായ യേശുവിനെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ്, യേശു കർത്താവ് ലോകത്തിൽ വന്ന് 33.5 വർഷം ഈ ഭൂമിയിൽ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ നിയോഗപ്രകാരം ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി പിതാവിൻ്റെ വലത്തുഭാഗത്ത് സകല ലോകത്തിനും വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ മധ്യസ്ഥനായിരിക്കുകയാണ്. ആ യേശുക്രിസ്തുവും മഹാപുരോഹിതനാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ അവൻ വരുന്നതിന് മുമ്പ്, യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് യഹൂദന്മാരുടെ പ്രമാണമനുസരിച്ച്, അഥവാ ന്യായപ്രമാണമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി പുരോഹിതന്മാരെ നിയമിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിയമിക്കപ്പെട്ട പുരോഹിതന്മാരെ കുറിച്ച് വേദപുസ്തകം 2 പോരായ്മകൾ അഥവാ 2 ബലഹീനതകൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമത്തെ ബലഹീനത എന്ന് പറയുന്നത് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. അതായത് യഹൂദന്മാരുടെ പ്രമാണമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഒരു മഹാപുരോഹിതനെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിയോഗിക്കുമ്പോൾ ആ മഹാപുരോഹിതൻ ബലഹീന മനുഷ്യനാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, 7-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് രണ്ടാമത്തെ പോരായ്മ എന്താണെന്ന്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മരണ നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയിത്തീർന്നവർ അനേകരാകുന്നു. അപ്പോൾ പുരോഹിതന്മാരുടെ രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത് അവർ മരണത്തിന് അധീനനാണെന്നുള്ളതാണ്. മരണത്തിന് അധീനനായ മനുഷ്യൻ പുരോഹിതനായാൽ അവൻ്റെ ആയുസ് തീരുമ്പോൾ അവൻ്റെ പൗരോഹിത്യം തീരും. എന്നാൽ അങ്ങനെ ഒരു പുരോഹിതൻ മരിച്ചു കഴിയുമ്പോൾ മറ്റൊരു മനുഷ്യൻ പുരോഹിതനാകും. ഇങ്ങനെ മരണനിമിത്തം ഒരു പുരോഹിതനും സ്ഥിരമായി നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എബ്രായ ലേഖന കർത്താവ് നമ്മളോട് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു ആകുന്ന മഹാപുരോഹിതനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് 7:24 ഇങ്ങനെ വായിക്കുന്നു: ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വന്നു, മരിച്ചു, മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലിരിക്കുന്നു. ഇനി യേശുക്രിസ്തുവിന് മരണമില്ല. അപ്പോൾ മരണത്തെ ജയിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ യേശുക്രിസ്തുവിനെ ദൈവം മഹാപുരോഹിതനാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യത്തിന് മാറ്റമില്ല. അത് മാറ്റമില്ല എന്ന് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം അതിൻ്റെ 20-21 വാക്യങ്ങളിലുണ്ട്. യേശുക്രിസ്തുവിന് മുമ്പുള്ള പുരോഹിതന്മാർ ദൈവം സത്യം ചെയ്ത്
ആണയിട്ട് നിയമിച്ച പുരോഹിതന്മാരല്ല. അത് 20-ാം വാക്യത്തിൽ പറയുന്നു, അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. എന്നാൽ ഇവനോ, നീ എന്നേക്കും പുരോഹിതൻ എന്ന കർത്താവ് സത്യം ചെയ്ത് അനുദപിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവം സത്യം ചെയ്ത് നിയമിച്ച പുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിന് മുമ്പുള്ള പുരോഹിതന്മാരൊന്നും ദൈവം സത്യം ചെയ്ത് നീ എന്നേക്കും പുരോഹിതനാണെന്ന് സത്യം ചെയ്ത് നിയമിച്ചതല്ല പുരോഹിതന്മാരൊന്നും. എന്നാൽ യേശുക്രിസ്തു ആകുന്ന മഹാപുരോഹിതൻ നീ എന്നേക്കും പുരോഹിതൻ എന്ന് ദൈവം സത്യം ചെയ്ത് നിയമിച്ച പുരോഹിതനാണ്. അതുകൊണ്ട് ദൈവം സത്യം ചെയ്തതാണെങ്കിൽ അതിന് മാറ്റമില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം ചെയ്ത് നിയമിച്ച മഹാപുരോഹിതന്റെ പൗരോഹിത്യത്തിന് മാറ്റമില്ല. 2, മരണത്തെ തോൽപ്പിച്ച് മരണത്തെ ജയിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുന്ന പുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് അവന്റെ പൗരോഹിത്യത്തിന് മാറ്റമില്ല. അപ്പോൾ ഒരിക്കലും മാറ്റമില്ലാത്ത, ദൈവം സത്യം ചെയ്ത് നിയമിച്ച, മരണമില്ലാത്ത ഒരു മഹാപുരോഹിതനായ യേശുക്രിസ്തു നമുക്കുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. ആ മഹാപുരോഹിതന്റെ യോഗ്യത എന്തായിരിക്കണമെന്ന് അതിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. അതായത് മഹാപുരോഹിതന്റെ യോഗ്യതകളെ പറയുകയാണ്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാവികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. അപ്പോൾ ഒരു മഹാപുരോഹിതന്റെ യോഗ്യത ഇതാണ്. ഇങ്ങനെ യോഗ്യതയുള്ള ഒരു മഹാപുരോഹിതനും യേശുക്രിസ്തുവിനും മുമ്പുണ്ടായിരുന്നിട്ടില്ല എന്ന് വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ യേശുക്രിസ്തു ആകുന്ന മഹാപുരോഹിതൻ, അവൻ പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളിൽ നിന്ന് വേർപെട്ടവനാണ്, പാപമില്ലാത്തവനാണ്. അപ്പൊ ഇത്രമാത്രം പവിത്രനായ, നിർദോഷനായ, പാപികളിൽ നിന്ന് വേർപെട്ടവനായ, പാപമില്ലാത്തവനായ, നിർമ്മലനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് എത്രമാത്രം ധൈര്യവും പ്രത്യാശയും നൽകുന്ന കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ പുരോഹിതന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുരോഹിതന് മാത്രമേ സകല മനുഷ്യരെയും പൂർണ്ണമായി രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എബ്രായലേഖന കർത്താവ് അതിൻ്റെ 25-ാം വാക്യത്തിൽ 24-25 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ശ്രദ്ധിക്കുന്ന, ക്രിസ്ത്യാനിയായിരിക്കുന്ന, പള്ളിയിൽ പോകുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, യേശുക്രിസ്തു മുഖാന്തരമായി ദൈവത്തെ സമീപിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാനും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനും സദാ ജീവിക്കുന്നവനാകയാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നേക്കും ജീവിക്കുന്നവനായ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന് മാത്രമേ സകല മനുഷ്യരെയും പൂർണ്ണമായി രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി രക്ഷ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ യേശുക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന ഈ കാര്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു മഹാപുരോഹിതനായി ദൈവം ശപഥം ചെയ്ത് മഹാപുരോഹിതനാക്കി, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാക്കി, സകല മാനവജാതിക്കും മധ്യസ്ഥനായി സ്വർഗത്തിൽ വാണരുളുന്ന നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ കൂടാതെ ദൈവം അംഗീകരിക്കുന്ന ഒരു പുരോഹിതനും ഇന്ന് ഈ ലോകത്തില്ല എന്നുള്ളതാണ്. ദൈവം അംഗീകരിക്കുന്ന ഏക പുരോഹിതൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അങ്ങനെ നിഷ്കളങ്കനായ, നിർമ്മലനായ, പവിത്രനായ, പാവമില്ലാത്തവനായ, എന്നേക്കും ജീവിക്കുന്നവനായ ഒരു പുരോഹിതൻ വേറെ ഇല്ല. അങ്ങനെ ഈ ഒരു പുരോഹിതനെ അല്ലാതെ മറ്റൊരു പുരോഹിതനെയും ദൈവം അംഗീകരിക്കുന്നില്ല
എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് വേദപുസ്തകം പറയുന്ന സത്യമാണ്. എന്നാൽ ദുഃഖകരമായ കാര്യം, ഇന്ന് പുരോഹിതന്മാരെന്ന് പറയുന്ന ഒരുപാട് പള്ളിയിലച്ഛന്മാരുണ്ട്, കത്തനാരുമാരുണ്ട്, വൈദികന്മാരുണ്ട്. അവരൊന്നും വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ യോഗ്യതയുള്ളവരല്ല, മറിച്ച് വേദപുസ്തകം പറയുന്ന അയോഗ്യതയുള്ളവരാണ്. വേദപുസ്തകം പറയുന്ന രണ്ട് അയോഗ്യതകളാണ്. ഒന്ന്, അവർ ബലഹീന മനുഷ്യരാണ്. കാരണം അവർക്ക് പാപമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പാപമുള്ള ബലഹീന മനുഷ്യനായ പുരോഹിതന് പാപം പരിഹരിക്കുവാനോ അവൻ്റെ സ്വന്തം പാപം പരിഹരിക്കുവാനോ മറ്റുള്ളവരുടെ പാപം പരിഹരിക്കാനോ കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, അവൻ മരണത്തിന് അധീനനാണ്. ഇന്നത്തെ ഏതൊരു പുരോഹിതനും അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനും മരണത്തിന് അധീനനാണ്. മരണത്തിന് അധീനനായ പുരോഹിതൻ മരിച്ചു പോകുന്നവനാകയാൽ അവൻ്റെ പൗരോഹിത്യത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ അങ്ങനെ പൗരോഹിത്യം നിലനിൽക്കാത്ത പൗരോഹിത്യമുള്ള പുരോഹിതന്റെ അടുക്കൽ നമ്മെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടി ചെന്നാൽ അവനെ കൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ കഴിയത്തില്ല എന്ന് വേദപുസ്തകം പറയുകയാണ്. അപ്പൊ ദൈവം അംഗീകരിക്കാത്ത, ദൈവം ശപഥം ചെയ്ത് നീ എന്നേക്കും പുരോഹിതൻ എന്ന് പറഞ്ഞ് നിയമിക്കാത്ത അനേക പുരോഹിതന്മാർ ഇന്ന് ഈ ഭൂമണ്ഡലത്തിലുണ്ട്. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് പുരോഹിതന്മാരെന്ന് പറഞ്ഞ് ദൈവം വിളിച്ച് ഞങ്ങളെ ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പള്ളിയിൽ അച്ഛന്മാരായി നടക്കുന്ന, ഈ പ്രത്യേക ഡ്രസ്സും ധരിച്ച് തൊപ്പിയും വെച്ച് ഇങ്ങനെ പല ശുശ്രൂഷകൾ ചെയ്ത് പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും പല ശുശ്രൂഷകൾ ചെയ്ത് നടക്കുന്ന ഈ പള്ളിയിൽ അച്ഛന്മാരെ പുരോഹിതന്മാരെന്ന് ധരിച്ച് ആ പുരോഹിതന്മാർക്ക് നിങ്ങളെ രക്ഷിക്കുവാനും നിങ്ങളുടെ പാപം മോചിക്കാനും കഴിയുമെന്നുള്ള വിശ്വാസത്താൽ അവരുടെ മുമ്പിൽ പോയി കുമ്പസാരിച്ചും അവരുടെ കുർബാന കൈക്കൊണ്ടും നിങ്ങൾ തുടർന്ന് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഈ സത്യവേദ പുസ്തകത്തിന് എതിരായിട്ടും നിങ്ങളുടെ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ അംഗീകരിക്കാത്തവരായി, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരായി, നിങ്ങൾ യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നവരോ അവൻ്റെ ശുശ്രൂഷയെ അംഗീകരിക്കാത്തവരുമായി ജീവിക്കുകയാണ് എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ്, ഇന്ന് പള്ളിയിലച്ഛന്മാരായി പുരോഹിതന്മാരായി നടക്കുന്ന വൈദികന്മാരായി നടക്കുന്നവർ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരല്ല. ദൈവം പെട്ടവൻ ഒരുത്തനേ ഉള്ളൂ. ദൈവം അംഗീകരിച്ച അല്ലെങ്കിൽ ദൈവം സത്യം ചെയ്ത് ആണയിട്ട് നിയമിച്ച പുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. അവനല്ലാതെ മറ്റൊരു പുരോഹിതനില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ സകല മനുഷ്യരെയും പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അപ്പോൾ സകല മനുഷ്യരെയും പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായിരിക്കുന്ന യേശുവിനെ ദൈവം മഹാപുരോഹിതനായി നിയമിച്ചിരിക്കുമ്പോൾ, ദൈവം നിയമിക്കാത്ത, എന്നേക്കും ജീവിച്ചിരിക്കാൻ കഴിയാത്ത, ബലഹീനനായിരിക്കുന്ന ഈ പുരോഹിതന്മാരുടെ അടുക്കൽ പോയി ശുശ്രൂഷ കൈക്കൊള്ളുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്ന പ്രിയ സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, അത് ഈ സത്യവേദ പുസ്തകത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ എതിർക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ സത്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നാം സ്വീകരിക്കുന്ന യേശുക്രിസ്തുവിനെ ദൈവം മഹാപുരോഹിതനാക്കിയിരിക്കുകയാണ്. ആ മഹാപുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ, അവൻ്റെ ശുശ്രൂഷയെ അംഗീകരിക്കാതെ, ഇന്ന് നാം പുരോഹിതന്മാരെന്ന് കാണുന്നവരുടെ പിന്നാലെ നടന്ന് നമ്മുടെ മരണശേഷമുള്ള ശേഷക്രിയയ്ക്കും ജീവിച്ചിരിക്കുമ്പോഴുള്ള പാപമോചനത്തിനും അങ്ങനെ കുമ്പസാരവും കുർബാനയും കൈക്കൊണ്ട് നമ്മൾ മോക്ഷം പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അവഗണിക്കുകയാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവം സത്യം ചെയ്ത് മരണത്തെ ജയിച്ച് സ്വർഗത്തിൽ എന്നേക്കും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് എന്നേക്കും ഇരിക്കുന്ന മഹാപുരോഹിതൻ.
ആ മഹാപുരോഹിതൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസത്തോടെ, കാരണം ഞാനിത് ഈ ബൈബിളിൽ നിന്നാണ് വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ ആ ബൈബിളിലെ വചനങ്ങൾ നിങ്ങൾ അംഗീകരിക്കും, അതനുസരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത വീഡിയോയിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് വീണ്ടും കാണാം. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.